ബാക്കി ഞാൻ പറയാം. ചേറിയത്ത് നിന്ന് നാട്ടിൽ ചെന്നാലേ നടു കണ്ടം തിന്നണം. ഒരു നാട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ ആ നാട്ടിലെ കൾച്ചർ മനസ്സിലാക്കാനും ആ നാട്ടിലെ ഫുഡ് ടേസ്റ്റ് ചെയ്യാനും ആ നാട്ടിലുള്ള കാലാവസ്ഥയുമായിട്ട് പൊരുത്തപ്പെടാനൊക്കെ നമുക്ക് സാധിക്കണം എന്ന് പറയും. സംഭവം ശരിയാണ്, ബോഡിയുടെ ടോളറൻസ് ഒക്കെ കൂടും. പക്ഷെ ഒരു മുന്നറിയിപ്പില്ലാണ്ട് കംഫർട്ട് സോണിൽ നിന്ന് പെട്ടെന്ന് ഒരു ക്രൗഡിലേക്ക് എടുത്ത് ചാടിയിട്ട് അവിടെ കിട്ടുന്ന ഫുഡ് ഐറ്റംസ് ഒക്കെ എടുത്ത് കഴിച്ചാൽ ഒന്നെങ്കിൽ വയറിളകും, അല്ലെങ്കിൽ തൊണ്ടയ്ക്ക് പണി കിട്ടും, എന്തേലൊക്കെ പണി കിട്ടും, ഉറപ്പാണ്. അല്ല, ഇടയ്ക്കിടയ്ക്ക് ഇത്തരത്തിലുള്ള സാഹചര്യങ്ങളൊക്കെ പോയിക്കൊണ്ടിരിക്കുന്ന ആളാണെങ്കിൽ കുഴപ്പമില്ല. അങ്ങനെ എന്തെങ്കിലും ഒരു വള്ളിയോ വലിയോ വരുന്ന സമയത്ത് ബോഡി സജ്ജമാകും. ആ ഡോക്ടേഴ്സിന്റെ റീൽസ് കാണുന്ന പോലെ ആ ഇമ്മ്യൂണിറ്റി സിസ്റ്റം ഒക്കെ റെഡി ആയിട്ട് നിൽക്കും. വന്നോട്ടെ പോന്നോട്ടെ എന്ന് പറഞ്ഞിട്ട്. നവംബറിൽ കുറച്ച് ദിവസം എറണാകുളത്ത് ഉണ്ടായിരുന്നപ്പോൾ ജൂ സ്ട്രീറ്റിൽ പോയ വിശേഷമാണ് ഈ വീഡിയോയിൽ. ഒരു വൈകുന്നേരം ജൂ സ്ട്രീറ്റിൽ പോവാം എന്ന് കരുതിയാണ് ഇറങ്ങിയത്. മൊത്തത്തില് ക്രിസ്മസിന് വേണ്ടി ഒരുങ്ങി തുടങ്ങുകയായിരുന്നു കൊച്ചി. പണ്ട് +2 വന്ന ഓർമ്മകളും പറഞ്ഞുകൊണ്ടാണ് നടന്നത്. അവിടെ എത്തിയപ്പോഴേക്കും നല്ല ക്രൗഡായിരുന്നു. ഈവനിങ് എല്ലാവരും ജോലിയൊക്കെ കഴിഞ്ഞു പോവല്ലേ, സ്ട്രീറ്റിലൂടെ പോവാന്ന് കരുതി കാണും. പിന്നെ അവിടെ ഞങ്ങൾ പാനിപ്പൂരിയുടെ അടുത്തൊക്കെ ചെന്നപ്പോൾ ഈ ജോലി കഴിഞ്ഞു വരുന്ന ആൾക്കാർ, അതുപോലെ വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിക്കാൻ വേണ്ടി പുറത്തിറങ്ങുന്ന ആൾക്കാരൊക്കെ അതിന് ചുറ്റും ഉണ്ടായിരുന്നു. ഇവരിത് ചോറും കറിയും കഴിക്കണ പോലെ പാനിപ്പൂരി അങ്ങോട്ട് കഴിക്കുക. അപ്പോഴാണ് ഞങ്ങൾ നേരത്തെ പറഞ്ഞ ഡയലോഗും ഡിസ്കഷനും ഒക്കെ ഉണ്ടായത്. ഞങ്ങളും വാങ്ങി കഴിച്ചു, ഇല്ലാന്ന് പറയണില്ല. അതിന്റെയാണ് തൊണ്ടയ്ക്ക് പണി കിട്ടും എന്ന് മുൻകൂട്ടി ഓർമ്മിപ്പിച്ചത്. ഈ പാനിപ്പൂരി കഴിക്കൽ കഴിഞ്ഞ് ഫോൺ നോക്കിയപ്പോൾ ആദ്യം കണ്ടത് നമ്മുടെ മറ്റേ ഡോക്ടർ ടീമിന്റെ വീഡിയോ ആയിരുന്നു. അതിൽ അവർ സാൽമണല്ല ബാക്ടീരിയയെ കുറിച്ചൊക്കെ വിശദമായി പറഞ്ഞു. കഴിച്ചും പോയി, ഇനിയിപ്പോ തുപ്പാനും പറ്റില്ല എന്ന് പറഞ്ഞ അവസ്ഥയായിരുന്നു എനിക്ക്. പക്ഷെ ചെയ്യാൻ തോന്നിക്കഴിഞ്ഞാൽ അങ്ങോട്ട് ചെയ്യാം. പിന്നെ നമ്മൾ അത് ഇതൊക്കെ പറഞ്ഞ് ആലോചിച്ചിട്ട് കാര്യമില്ല. പിന്നെ കഴിച്ചു കഴിഞ്ഞതിന് ശേഷമാണ് പാനിപ്പൂരിയുടെ ദോഷവശങ്ങളും സാൽമണല്ല ബാക്ടീരിയയെ കുറിച്ചൊക്കെ ഞങ്ങൾ ഡിസ്കസ് ചെയ്തത്. ഞാൻ അടുത്ത കാലത്തൊന്നും ഇവിടേക്ക് വന്നിട്ടില്ല കേട്ടോ, ആദ്യമായിട്ട് വരുന്നോണ്ടാന്ന് തോന്നുന്നു. ഒരുപാട് ലോ റേറ്റിൽ ക്ലോത്ത്സും ഓർണമെന്റ്സും അതുപോലെ ഒത്തിരി സാധനങ്ങളും നമുക്ക് ജൂ സ്ട്രീറ്റിൽ അവൈലബിൾ ആണെന്ന് മനസ്സിലായത്. പിന്നെ ഏറ്റവും കൂടുതൽ ഇഷ്ടമായത് ഇവര് ക്രിസ്മസിന് വേണ്ടി ഒരുങ്ങിയ ഈ കാഴ്ചയാണ്. എന്തോരം അപ്പൂപ്പന്മാരായിരുന്നു എന്നറിയോ, എന്തോരം നക്ഷത്രങ്ങളാ. പിന്നെ എന്തോരം ഐറ്റംസ് ആണ് ക്രിസ്മസിനൊക്കെ വിൽക്കാൻ വെക്കുന്നത്. നമ്മളെ നാട്ടിലൊക്കെ ആകെ നക്ഷത്രം ഉണ്ടാവും, പിന്നെ കുറച്ച് ക്രിസ്മസ് ട്രീസ് ഉണ്ടാവും, പിന്നെ കുറച്ച് അപ്പൂപ്പന്റെ മുഖംമൂടികൾ ഉണ്ടാവും. ഇത്രയും ഐറ്റംസ്, ഇത്രയും വെറൈറ്റി സാധനങ്ങളൊക്കെ ക്രിസ്മസിനൊക്കെ ഞാൻ കാണുന്നത് ഫസ്റ്റ് ടൈം ആട്ടോ. അപ്പൂപ്പന്മാരിൽ തന്നെ ഒത്തിരി വെറൈറ്റീസ്. തല കുത്തി നിൽക്കണ അപ്പൂപ്പൻ, മരം കയറുന്ന അപ്പൂപ്പൻ, കറുത്ത കുപ്പായിട്ട് അപ്പൂപ്പൻ, പിപ്പി ഉതൻ അപ്പൂപ്പൻ, ഡ്രം അടിക്കണ അപ്പൂപ്പൻ, കാറിലിരിക്കണ അപ്പൂപ്പൻ, മാജിക് കാണിക്കണ അപ്പൂപ്പൻ, ഒത്തിരി അപ്പൂപ്പന്മാര്. ക്രിസ്മസിനെ വരവേൽക്കാൻ വേണ്ടി കൊച്ചി ഒരുങ്ങിയ ഈ കാഴ്ച ഞാൻ ആദ്യമായിട്ടാണ് കണ്ടത്. പക്ഷെ കണ്ടത് 2 മാസം മുന്നെയാണ്. എന്നിട്ട് വീഡിയോ ഇടുന്നത് ഇപ്പോഴാണ്. എന്തിന്, കഴിഞ്ഞ വർഷത്തെ ന്യൂ ഇയർ കൊച്ചിയിലുണ്ടായിരുന്നു. ആ വീഡിയോ പോലും ഞാൻ ഇന്നേ വരെ ഇട്ടിട്ടില്ല. യൂട്യൂബ് ചാനലൊക്കെ സക്സസ് ആവാൻ വേണ്ടി നല്ല കൺസിസ്റ്റന്റ് ആയിട്ട് വർക്ക് ചെയ്യണം. എന്റെ ഇൻകൺസിസ്റ്റൻസിയും യൂട്യൂബ് ചാനലിൽ എന്ത് പറ്റിയെന്നൊക്കെയുള്ളത് ഞാൻ അടുത്ത വീഡിയോ പറയാം. ഇത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ റൂമിലേക്ക് പോയി. അവിടെ നിന്ന് വീണ്ടും ഞങ്ങളൊരു സ്ഥലത്തേക്ക് കറങ്ങാൻ ഇറങ്ങി. അത് അടുത്ത വീഡിയോയിൽ കാണിച്ചു തരാം.